സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി അഖിലേന്ത്യാ പര്യടനം നടത്തുകയാണ്. മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം ബൈക്ക് ലേഡി ഷൈനിയാണ് ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. രാജ്യത്തെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ ലഹരിക്കെതിരായ ക്ലാസുകൾ സംഘടിപ്പിക്കുകയാണ് ഷൈനിയുടെ ലക്ഷ്യം. SKN40 ലഹരി വിരുദ്ധ മുന്നേറ്റത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളയാളാണ് ബൈക്ക് റൈഡർ ഷൈനി. ആറു മാസങ്ങൾ കൊണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തലസ്ഥാനങ്ങൾ താണ്ടിയാണ് യാത്ര. മുൻകൂട്ടി നിശ്ചയിച്ച സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും. ഞാൻ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസസ് ഉണ്ട്. അതുപോലെ JCI YMCA പോലുള്ള സംഘടനകളും കമ്മ്യൂണിറ്റികളും റൈഡേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്നായിരിക്കും ഞാൻ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നത്. ക്ലാസ്സുകളായിരിക്കും കൂടുതൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 24 ന്യൂസിലെ ശ്രീകണ്ഠൻ സാറിൻ്റെ കൂടെ തന്നെ ഈ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഞങ്ങളുടെ ക്ലബ്ബ് ഡോൺലെസ് റോയൽ എക്സ്പ്ലോറാണ് അതിന് മുൻനിരയിൽ നിന്ന് ആ യാത്ര നടത്തിയത്. എന്തായാലും അതോടൊപ്പം ചേർന്ന് ഒരു കുഞ്ഞ് ഞാനായ ഇത്രയും വലിയ ടീമിൻ്റെ ഒപ്പം നിന്ന് ഒരു സൈഡ് വഴി എനിക്കും അത് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തവണ ഷൈനിക്ക് കൂട്ടായി ആദ്യത്തെ 50 ദിവസം റൈഡർമാരായ ഉമാ മഹേഷും നിഷി ഖാനുമുണ്ട്. ഇവരുടെ ഫസ്റ്റ് ഓൾ ഇന്ത്യയാണ്. അതായത് ഇവർ രണ്ടുപേരെയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിക്കേണ്ട എൻ്റെ കടമയാണ്. പക്ഷേ ഞാൻ പാതി വഴിയിൽ ഇറക്കി വിടും. ഷൈനിയുടെ യാത്രയ്ക്ക് കേരളത്തിൽ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ വിമുക്തിയുടെ സഹകരണം ഉണ്ടാകും. ലഹരിക്കെതിരെ യുവജനങ്ങളിൽ യാത്രകൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ ആലോചിക്കുമെന്ന് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ S. വിനോദ് കുമാർ. സബ്സ്റ്റൻസ് അബ്യൂസിനെ മാറ്റി നിർത്തിക്കൊണ്ട് റൈഡ് അല്ലെങ്കിൽ യാത്ര ഒരു ലഹരിയായിട്ട് എടുക്കുക, അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജാണ്. നമുക്ക് എല്ലാവർക്കും അനുകരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിമുക്തി മിഷൻ്റെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകുന്നതാണ്. യാത്രയുടെ ഫ്ലാഗ് ഓഫ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജ് നിർവഹിച്ചു. തിരുവനന്തപുരം. ആഷ്മിയെ ഓർക്കുന്നുണ്ടാവും, ഈ ഷൈനി നമ്മുടെ തിരുവനന്തപുരത്തെ പ്രോഗ്രാമിലുണ്ടായിരുന്നു. പക്ഷേ ഈ ബൈക്ക് റൈഡർ ഷൈനി ഇന്നലെ എന്നെ ഒന്ന് ഞെട്ടിച്ചു. എന്നോട് യാത്രയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടല്ലേ വഴിമധ്യേ പോകുമ്പോൾ? എവിടെ ഒരു പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, പൈസ ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നത്, താമസിക്കാൻ പൈസ അതാരെങ്കിലും തരുമായിരിക്കും. ഒരു ഉറപ്പുമില്ല ആര് തരുമെന്ന്. വഴിയെ പോകുന്ന ആരുടെയെങ്കിലും പ്രതീക്ഷ അല്ലേ, ആ പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും നല്ലൊരു ഉദ്ദേശമായിട്ടാണ് ഷൈനിയുടെ ഈ ബൈക്ക് യാത്ര. ഷൈനിയുടെ ആദ്യമല്ല, പല സമയത്തും. മാത്രമല്ല, മകനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരണമെങ്കിലും ബൈക്കിലിങ്ങ് പോരും. എപ്പോഴും അവരുടെ ജീവിതവും ബൈക്കിൽ ചേർന്നാണ്. ബൈക്ക് ഷൈനിയാണ്. അപ്പോൾ അത്യാവശ്യം യാത്രാ ചെലവിനും താമസത്തിനും ഒക്കെ ചില്ലറ അയച്ചു കൊടുക്കണമെന്ന് ആർക്കെങ്കിലും നല്ല മനസ്സുകൾക്ക് തോന്നിയാൽ അത് ചെയ്യാൻ കേട്ടോ, അവർക്ക് വിരോധമില്ല അല്ലേ. അത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല, പിന്നെ ഞാനൊരു ഉറപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് സ്മിത. അതായത് അവരോട് ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും പട്ടിണിയാകും എന്ന് തോന്നലുണ്ടായാൽ ആ തോന്നൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി എന്നെ വിളിക്കുക. പട്ടിണി പരിഹരിക്കാനുള്ള നടപടി നമ്മൾ എടുത്തിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.